എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ എല്ലാ അമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് ഇതുപോലുള്ള സ്ക്രബ്ബർ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഇതുപോലൊരു ബോക്സിലാണ് ഈ സ്ക്രബ്ബർ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവർക്കുള്ളൊരു ചെറിയൊരു ടിപ്സാണ്. ഇങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് ഈ സ്ക്രബ്ബറിൽ നിന്നും അഴുക്കായ വെള്ളം വന്നു തുടങ്ങും അല്ലേ. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം പിന്നെ അവിടെ തന്നെ കിടന്ന് പിന്നെ ബാഡ് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ സമയത്ത് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് കത്തി ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ട് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതാ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഓരോരോ ദ്വാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം പുറത്തേക്ക് പോകണമല്ലോ, അതിനായിട്ട് ഞാനിതിവിടെ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ മൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മൂടിയുടെ ഒരു സൈഡ് ഞാനിതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഡബിൾ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ ബാക്ക് സൈഡിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 4 മൂടികളാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് 4 മൂടി ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ക്രബ്ബർ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ സ്ക്രബ്ബറിൽ നിന്ന് ഉണ്ടാകുന്ന അഴുക്കായ വെള്ളമൊക്കെ പുറത്തേക്ക് പോയിക്കോളും. ഇനി ബാഡ് സ്മെൽ ഉണ്ടാകുന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാരും നേരിടുന്നൊരു പ്രശ്നമാണ് ഈ മിക്സി ക്ലീൻ ചെയ്യുന്ന പ്രശ്നം അല്ലേ. അപ്പം മിക്സി ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട്. കോട്ടൺ ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ ഫോർക്കിൻ്റെ മേലെ ഒന്ന് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ സൈഡായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നനഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫോർക്ക് വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ സൈഡിലും ഇത് കോട്ടണിലേക്ക് ഇത്രയും അഴുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പൊക്കെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. അതിനുശേഷം ഞാൻ ഒരു ഡ്രൈ ആയ കോട്ടൺ എടുത്തതിന് ശേഷം മൊത്തം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്, തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ വെള്ളം ഉപയോഗിച്ചാണല്ലോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കോട്ടൺ നനക്കാതെ കോട്ടൺ ഉപയോഗിച്ച് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്താൽ ഇവിടെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പേപ്പർ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാനിതാ ഈ ബോട്ടിലിൻ്റെ 2 സൈഡിന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്ക് സൈഡും ഈ ഒരു ഭാഗത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബോട്ടിലിൻ്റെ 2 സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ 2 ഹോൾസ് ഇടണം. അപ്പോൾ ഞാനിതാ 2 ഭാഗത്തും 2 ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോൾസ് ഇടാനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ കത്രികൊന്ന് ചൂടാക്കി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഹോൾസ് ഇട്ടതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു ചരട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഹോൾസിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. കെട്ടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഹാങ് ചെയ്തിടാനുള്ള ഒരു ഗ്യാപ്പ് വെച്ച് വേണം നമ്മളിത് കെട്ടി വെച്ച് കൊടുക്കാനായിട്ട്. ബാലൻസ് വന്ന ചരട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ എടുത്തിട്ടുണ്ട്. ഞാനിത് ഈ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ കവർ ഇടുന്നതിനനുസരിച്ചിട്ട് ഒന്ന് അകത്തേക്ക് പ്രസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിത് എല്ലാ പ്ലാസ്റ്റിക് കവറുകളും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് നമ്മുടെ എടുക്കാൻ ആവശ്യത്തിനനുസരിച്ച് ഞാനിത് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് പ്ലാസ്റ്റിക് കവറുകൾ എളുപ്പത്തിൽ എടുക്കാവുന്നതാണ്. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഡിറ്റർജൻറ്റ് ലിക്വിഡിൻ്റെ കവർ കിട്ടിയാലും ഇനി വെറുതെ വിടണ്ട. അടുത്ത ടിപ്സ് നമ്മൾ ഇത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് ഇതിൻ്റെ അടിയിൽ ഓരോ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇതിൻ്റെ അടിയിൽ ഓരോരോ ഹോൾസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാനിത് കുറച്ചുകൂടി കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട്. ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പുകളൊക്കെ ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഈർപ്പില്ലാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്ത ടിപ്സിലേക്ക്
അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തി സോഫ്റ്റായി കിട്ടാനുള്ളൊരു ടിപ്സാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടകൾ ഒട്ടും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാനിത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതൊന്ന് അത് ഞാനിതാ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഇളക്കുന്ന സമയത്ത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ഏകദേശം ഒരു കുറുക്കിൻ്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ചുകൂടി കുറുക്കി വരണം. ഈ സമയത്ത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ രീതിയിലായപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ചൂടൊന്ന് തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ലൈറ്റ് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് കൈവച്ച് കുഴച്ചെടുക്കാനുള്ള രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ചൂടൊന്ന് കുറഞ്ഞപ്പോൾ ഞാൻ എന്താ മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിതാ ഇതിലേക്ക് 1/4 ഗ്ലാസോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. കുഴച്ചെടുത്ത മാവ് നമുക്കിതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഓരോ ഉണ്ടകളാക്കി നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തികൾ ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മളിത് അടച്ച് വെക്കണമെന്നോ അതുപോലെ തന്നെ ഒരുപാട് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ടി കൂടുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും.